അവരൊക്കെ ഇതോടെ പോയത്. എന്താ കളിട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കഴിച്ചോ? ഓ, ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു. എന്ത് അതിനുള്ള ധൈര്യം നിനക്കില്ലെന്ന് എനിക്കറിയത്തില്ല. വല്ല വേണോ? എൻ്റെ ഔദാര്യമൊന്നും വേണ്ട. ഞാൻ സത്യാഗ്രഹം കിടന്ന് അന്തസ്സായിട്ട് കിടക്കാൻ എനിക്കറിയാം കേട്ടാ. നിന്റെ പാർട്ടി കിടക്കും പോലെ അല്ല. എന്തായാലും ഞാൻ വിളിക്കുന്നവരെ നോക്കിയതല്ലേ, ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. വേണമെങ്കിൽ പറ, വാങ്ങിച്ചു തരാം. യോമാരൊക്കെ ഇത് എവിടെ പോയത്? ഓ, ചായ കുടിക്കാൻ പോയത്. കുടിച്ചാ? ആ, ചായ മാത്രമേ കുടിച്ചോളൂ? ഒരു വടയും കഴിച്ച്. അയ്യോ, നീ എന്ത് ദോശ കഴിച്ചാ? ഞാൻ ചായ മാത്രമേ കുടിച്ചോളൂ. അന്തസ്സുണ്ടടാ, അന്തസ്. ഇവിടെ ഒരുത്തൻ പട്ടിണിയിലാണ്. ചൂട് വടയായിരുന്നു. ഓ ഓ, ചൂട് വട. എന്ത് കാണാതിരിക്കണം, നീയൊക്കെ വേണമെങ്കിൽ പൊയ്ക്കോ. ഞാൻ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഓ, എന്ത് പറയാളിയ, വയറിനകത്ത് എരിച്ചിലും പുകച്ചിലും നീറ്റലും ഒക്കെ തന്നെ ആകെ. അറിയാ ഇവിടെ ആരുമില്ല, ബ്രെഡും പഴവാ. ബാക്കിലോട്ട് കൊണ്ടുപോയി മോശം. വായി നോക്കിയാലെ കണ്ട, ഇതാണ് പാർട്ടി പ്രവർത്തകൻ, യഥാർത്ഥ പാർട്ടി പ്രവർത്തകൻ. അല്ല നിന്നെയൊക്കെ പോലെ ഒറ്റയ്ക്ക് പോയി വിഴുങ്ങിയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് കഥ പറയുന്നു. രണ്ടും കൂടെ നായരെ കടയിൽ പോയി എല്ലാം കഴിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയണല്ലിയാ. സത്യാഗ്രഹം കഴിക്കാൻ എൻ്റെ കൂട്ടിരുന്നവന്മാർ ഇതായിരിക്കണം. അളിയാ, നിനക്കെങ്കിലും തോന്നിയല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്? ഇത് നീ കൊണ്ടുവരുന്നത് വേറെ ആരെങ്കിലും അറിഞ്ഞാ? ഒരാളാണ്. അതായത് ഇത് തന്നു വിട്ട ആള് അപ്പുകൂട്ട സാറാ? അപ്പുകൂട്ട സാറൊന്നുമല്ല, അളിയൻ്റെ അളിയൻ. അളിയൻ്റെ അളിയൻ. അളിയൻ എത്ര അളിയനുണ്ട്? അളിയ കനകം പോലീസ്. രാവിലെ പരപര വിളിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കൊണ്ട് തന്നതാണ്. ഞാൻ ഇച്ചിരി വൈകി പോയി. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ പട്ടിണി അടക്കണം കൊണ്ടുകൂടാൻ സാറേന്ന് പറഞ്ഞു. ആരും കാണൂല.